ജർമ്മനി ഈസ് നോട്ട് ഫോർ എവ്രി വൺ അല്ലേ? യാ. ചില സ്റ്റുഡൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻറ്റിന് ജർമ്മനി പറ്റത്തില്ല എന്ന് തോന്നിയിട്ട് ഹാവ് യു ഡിസ്കറേജ്ഡ് സ്റ്റുഡൻസ് ലൈക്ക് ദാറ്റ്? ഡെഫിനിറ്റ്ലി ഓക്കെ. ഒരുപാട് സിനാരിയോസ് ഉണ്ട് ആക്ച്വലി. ആൻഡ് മെനി ഓഫ് ദ സ്റ്റുഡൻസ് ലൈക്ക് അങ്ങനെ ഡിസ്കറേജ് ചെയ്തിട്ട് ചിലപ്പം അങ്ങനെ ഒരു ഡിസിഷൻ മാറ്റിയിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് താങ്ക് ചെയ്തിട്ടുമുണ്ട്. അന്ന് അങ്ങനെ പറഞ്ഞത് നന്നായി, ആ ഡിസിഷൻ ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായി പോയേനെ എന്ന് പേഴ്സണലി പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ചില കേസിൽ നമ്മൾ വേറെ കൺട്രീസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചില കേസിൽ പല ആൾക്കാരും ആ പ്ലാൻ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കേസിൽ ആക്ച്വലി അയ്യോ ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരും പോയിട്ടുള്ളതുമുണ്ട്. അതായത് ഒരു പ്രോപ്പർ ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അവർ ഓക്കെ നമുക്കത് പോവാം എന്ന് ഡിസൈഡ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസും പാരൻസും ഉണ്ട് ആക്ച്വലി. ഡിസ്കറേജ് ചെയ്യേണ്ട ഒരു സിനാരിയോ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് മേ ബി ഒരുപാട് ഫാൾസ് ഇൻഫർമേഷനും കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. പല ആൾക്കാരും പലതും പറഞ്ഞിട്ട് ഇവരെ ഒരു ഒരു ഒന്ന് ഈ ഫ്രീ എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ് ഇസ് ഒരു ഭയങ്കര ടെംപ്റ്റിംഗ് സംഭവമാണല്ലോ. സോ അത് കേട്ടിട്ട് ഓക്കെ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഒന്ന് മാറ്റിയിട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവർ പഠിച്ചതും അല്ലെങ്കിൽ ഇവർ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കോഴ്സും ജർമ്മനിയിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവർ വിചാരിക്കുന്ന കാര്യം ഇങ്ങനെയായിരിക്കും, ഞാൻ ജർമ്മനിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ലാംഗ്വേജ് പഠിക്കാൻ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്, അവിടെ പോയതിന് ശേഷം ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ റിസ്കി ഏരിയ. അപ്പം അങ്ങനെയുള്ള സിനാരിയോസിൽ ഐ മേ ഹാവ് ടു ഡിസ്കറേജ് സ്റ്റുഡൻസ്. ബട്ട് ഓൺ ആൻ ആവറേജ് ആക്ച്വലി നമ്മളൊരു ആക്ച്വൽ പിക്ചർ കൊടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ആം ഡിസ്കറേജിങ് ആൻഡ് എൻകറേജിങ്. ആക്ച്വൽ പിക്ചർ കൊടുത്തിട്ട് അത്യാവശ്യം ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ദേ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ ഫൈൻ, ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാവാറുണ്ട്.